ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ടിൻസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ചിട്ട് നല്ലൊരു ഉലർത്താണ്. കയ്പൊന്നും അധികം ഇല്ലാത്ത നല്ലൊരു പാവയ്ക്ക ഉലർത്താണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാവയ്ക്ക ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഒത്തിരി തിന്നാക്കിയും കളയണ്ട, ഒത്തിരി കട്ടിയും വേണ്ട, മീഡിയം ലെവലിൽ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വലിയൊരു സബോള, വലിയൊരു ടൊമാറ്റോ, പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഈ ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി മതി, ജിഞ്ചർ അതുപോലെ ചെറിയൊരു കഷ്ണം. നമുക്കത് ചതച്ചാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് സവോള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം, ടൊമാറ്റോയും അതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം, ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം, കറിവേപ്പില ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇനി ഉണ്ടാക്കാൻ നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. വെളിച്ചെണ്ണ കുറച്ച് അധികം എടുത്തോളൂ. പാവയ്ക്ക ആയതുകൊണ്ട് അതിൻ്റെ കയ്പ് കുറയ്ക്കാൻ നമുക്കിതൊക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഇച്ചിരി അധികം ഉപയോഗിച്ചോളൂ. ഇനി അത് കടുക് പൊട്ടി വരുമ്പോൾ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഈ 3 സാധനങ്ങളും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആണ് ചേർക്കേണ്ടത്. ഇത് ആവശ്യത്തിന് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് ഇതിന് വേണ്ടത്. നിങ്ങൾ ടൊമാറ്റോ മറന്നു, പാവയ്ക്ക് എത്രയാണോ ചേർക്കേണ്ടത് അതനുസരിച്ച് ഈ സാധനങ്ങളെല്ലാം അളവ് കൂട്ടുക. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം ലെവൽ പാവയ്ക്കാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ കണക്കാട്ടോ പറയുന്നത്. അപ്പോൾ പൊടി നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. പൊടി മൂത്ത് വരുന്നതിന് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി നമ്മൾ ഇതുപോലെ ചേർത്ത ശേഷം അനക്കാണ്ട് അതിൻ്റെ മേളിൽ ഈ സവോളയുടെ മേളിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അങ്ങനെ മൂടി വെക്കുമ്പോൾ ആവി കൊണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ നമുക്ക് അത് വഴറ്റിയെടുക്കാൻ എളുപ്പമാണ്, മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അതിനുശേഷം ഈ ടൊമാറ്റോയും നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഒണിയനും എല്ലാം കൂടെ കൂട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഉടച്ചത് ഈ പരുവത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാലാണ് ആ ടൊമാറ്റോയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക. പാവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പാവയ്ക്കയും കൂടെ നന്നായിട്ട് പുരണ്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെക്കണം കേട്ടോ. 5-10 ഇതിനിടയ്ക്ക് സമയം കൊണ്ട് നമ്മൾ തീ സിമ്മിലിടണം, കരിഞ്ഞു പോകാണ്ട്. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം അതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഒന്നും കൂടെ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മൂടി വെക്കാം. ഇനി ഒന്നുമില്ല, ഇനി 2-3 മിനിറ്റിനുള്ളിൽ നമ്മുടെ കറിയല്ല, നമ്മുടെ പാവയ്ക്ക ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരിച്ചിരി വാളംപുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് ആ ഒരു പുളി, ആ കയ്പിൻ്റെ കൂടെ ആ പുളി വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്തോളൂ. അപ്പം നമ്മൾ പുളി ചേർത്തതല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അല്ല, 2 സെക്കൻഡ് നമുക്കൊന്ന് മൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ പാവയ്ക്ക ഉലർത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പം ഇത് പാവയ്ക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിയുടെ കൂടെ ഡിന്നറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ കറിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.